ഇന്ന് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ഒട്ടനവധി NFOകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന NFOകളുടെ ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും പുതിയ പുതിയ ഫണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയുമായിട്ടാണ് അവർ പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SBI മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത SBI കോണ്ട് ഫണ്ടിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്, വാല്യൂ ഇൻവെസ്റ്റിംഗ്, ക്വാളിറ്റി, ഗ്രോത്ത്, വോളറ്റിലിറ്റി എന്നിങ്ങനെ 4 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ചാനലിൽ തന്നെ ഇതിനു മുന്നേയും ഇതേപോലെയുള്ള ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്ന ഫണ്ടുകളെ കുറിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിക്കലി ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ സിറ്റുവേഷനിൽ പല ഫണ്ട് മാനേജേഴ്സും ട്രഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ നിന്ന് മാറി മിഷൻ്റെ സഹായത്തോടു കൂടി, അതായത് ടെക്നോളജി എനേബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഫണ്ട് മാനേജ്മെൻറ്റിന് ഫോളോ ചെയ്യുന്നത്. അത് ബേസിക്കലി അൽഗോരിതം ഡ്രിവൺ പ്രോസസ്സ് ഉണ്ടാവാം, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഉള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് പല ഫണ്ടുകളും ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്. കോണ്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന എല്ലാ ഫണ്ടുകളും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവർ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്, സ്റ്റോക്കുകൾ വിൽക്കുന്നത്, അവർ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതും അവർ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സ്ട്രാറ്റജീസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് എപ്പോൾ വാങ്ങണം, ഒരു സ്റ്റോക്ക് എപ്പോൾ വിൽക്കണം, എപ്പോൾ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യണം, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. ഇവിടെ ഫണ്ട് മാനേജേഴ്സിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവാണ്. ഒരു പ്രാവശ്യം ഈ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിന് ആനുപാതികമായിട്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സിന് ആനുപാതികമായിട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൈറ്റീരിയ, ഒരു കമ്പനിയുടെ ഷെയർ സെലക്ട് ചെയ്യുന്നതിനും ആ കമ്പനിയുടെ ഷെയർ വിൽക്കുന്നതിനും സിസ്റ്റത്തിൽ അവർ അതിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളെല്ലാം സിസ്റ്റം അനലൈസ് ചെയ്തതിന് ശേഷം ആ സിസ്റ്റം തന്നെ ഒരു ഡിസിഷൻ എടുക്കും. ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമോ, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്വാണ്ടിറ്റി വാങ്ങണമോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വിറ്റ് ലാഭം എടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ നഷ്ടം ബുക്ക് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ആ സിസ്റ്റം അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ SBI കോണ്ട് ഫണ്ടിലും സെയിം പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന 3-4 ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്, വാല്യൂ ഇൻവെസ്റ്റിംഗ്, ക്വാളിറ്റി, ഗ്രോത്ത്, ലോ വോളറ്റിലിറ്റി, ഇങ്ങനെ 4 കാറ്റഗറിയിലുള്ള സ്ട്രാറ്റജികളാണ് സാധാരണയായിട്ട് ഫാക്ടർ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ കോണ്ട് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ 4 സ്ട്രാറ്റജിയും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. SBI മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്, അവർ ഈ പർട്ടിക്കുലർ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഈ പറയുന്ന 4 സ്ട്രാറ്റജി കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ കോണ്ട് ഫണ്ടിൻ്റെ ഡേറ്റകൾ കുറേ വർഷങ്ങളായിട്ട് അവർ അനലൈസ് ചെയ്ത് അതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അവർ സിസ്റ്റം അലൈൻ ചെയ്തതിന് ശേഷമാണ് ഈ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി ബേസിസിൽ ഈ സ്ട്രാറ്റജികൾ അവർ റിവ്യൂ ചെയ്ത് ഏതെങ്കിലും സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിൽ ചേഞ്ചസുകൾ ആവശ്യമുണ്ടെങ്കിൽ മാർക്കറ്റിൽ കാലാകാലങ്ങളിൽ വരുന്ന ചേഞ്ചസുകളിന് അനുസൃതമായിട്ട് ഇവർ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വേണമെങ്കിൽ അത് ചെയ്യുമെന്നും, അതായത് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുമെന്നും പറയുന്നു. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് BSE 200 എന്ന് പറയുന്ന ഇൻഡെക്സിനാണ്. BSE 200 ഇൻഡെക്സിൽ മെയിനായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളും അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുമാണ്. ഇത് ബേസിക്കലി ഒരു ലാർജ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന അണ്ടർലൈങ് അസറ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലായിരിക്കും. ഞാനിവിടെ പറഞ്ഞ 4 ഫാക്ടറുകൾ കൺസിഡർ ചെയ്തിട്ട് BSE 200-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 200 ഷെയറുകളിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന 30-40
കമ്പനികളുടെ ഷെയറുകളിലായിരിക്കും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഗ്രൂപ്പിൽ ചേരുന്നതിനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെയും അതേപോലെ തന്നെ റിസ്ക് ആപ്പിറ്റേറ്റിനെയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെയും ബേസ് ചെയ്തിട്ട് ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള MFD നിങ്ങൾക്ക് യോജിച്ച മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഫണ്ടിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷനിൽ SBI മ്യൂച്വൽ ഫണ്ട് ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ കുറേ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഇമോഷൻ ഒരു പ്രത്യേക ഒരു ഘടകമാണെന്ന് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ പേഴ്സണലായിട്ട് ഏതെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചില സ്റ്റോക്കുകളോട് നമുക്ക് ഇഷ്ടമുണ്ടാകാം, ചില കമ്പനികളുടെ സ്റ്റോക്കുകൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഒരു ഫണ്ട് മാനേജറാണ് മാനുവലായിട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ബയാസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മെഷീനാണ് ചെയ്യുന്നതെങ്കിൽ പേഴ്സണൽ ഫീലിങ്സിനോ അല്ലെങ്കിൽ ബയാസിനോ ഒരു ചാൻസ് അവിടെ ഇല്ല. ഇത് BSE 200 ഇൻഡെക്സിൽ പെട്ടുന്ന 200 മിഡ് ക്യാപ്പ് അതേപോലെ ലാർജ് ക്യാപ്പ് കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഇത് മോസ്റ്റ്ലി ഒരു ലാർജ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ഫണ്ട് പോലെ ആയിരിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്യുക. ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമൻസുകളും എല്ലാം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ഫണ്ട് മന്ത്ലി ബേസിസിൽ അവർ റീബാലൻസിങ് ചെയ്യും. ഫ്രീക്വൻ്റ് ആയിട്ട് ഇതേപോലെയുള്ള റീബാലൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല സ്റ്റോക്കുകളും വിൽക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ഇതേപോലെയുള്ള ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ കൂടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഫണ്ടിൽ എത്രയാണ് എക്സ്പെൻസസ് റേഷ്യോ വരിക എന്നുള്ളത് ഈ ഫണ്ട് ലോഞ്ച് ചെയ്ത് റീഓപ്പൺ ചെയ്ത് 2-3 മാസങ്ങൾക്കകമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 4 ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഈ ഫണ്ട് ഏതൊക്കെ കമ്പനികളിലാണ് നിക്ഷേപം നടത്തുവാൻ പോകുന്നു എന്നുള്ള കാര്യവും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ 2-3 മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അതോടൊപ്പം തന്നെ ഈ ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് സ്റ്റൈല് ഫോളോ ചെയ്യുന്നത് കാരണം ഫാക്ടർ അതായത് മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ അണ്ടർ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഗ്രോത്ത് സ്ട്രാറ്റജി ഒരു പർട്ടിക്കുലർ പീരീഡിൽ അണ്ടർ പെർഫോം ചെയ്തു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫണ്ട് മാനേജർക്ക് ലിബർട്ടി ഉണ്ട്. അണ്ടർ പെർഫോം ചെയ്യുന്ന ഫാക്ടറിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത് കൂടുതൽ ഫ്യൂച്ചറിലേക്ക് നല്ല പെർഫോമൻസ് തരാൻ പറ്റുന്ന ഫാക്ടറിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് ഫണ്ട് മാനേജറിന് ലിബർട്ടി ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ തന്നെ അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് ഇതേപോലെയുള്ള ഫണ്ട് അവർ കോർ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ഫണ്ട് മാനേജറോ ഒരു ഇൻഡിവിജ്വലോ അല്ല. അവർ ഓൾറെഡി സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത ചില ഫോർമുലയുടെ ബേസിസിൽ കമ്പ്യൂട്ടറാണ് അവരോട് പറയുന്നത് ഇന്ന സ്റ്റോക്കുകൾ വാങ്ങുക, ഇന്ന സ്റ്റോക്കുകൾ വിൽക്കുക. അങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് ഈ സിസ്റ്റം മാർക്കറ്റിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സിസ്റ്റം സ്വന്തമായിട്ട് സ്റ്റോക്കുകൾ വിൽക്കുവാനും വാങ്ങുവാനുമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 10ഓളം കോണ്ട് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെയുള്ള ഫണ്ടുകൾക്കൊന്നും അധികം പെർഫോമൻസ് ഹിസ്റ്ററി ഒന്നുമില്ല. പല ഫണ്ടുകളും റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ്. 5 വർഷത്തെ പെർഫോമൻസ് ഹിസ്റ്ററി ഉള്ള കുറച്ച് ഫണ്ടുകളേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള കോണ്ട് ഫണ്ടുകളും 3 വർഷത്തെ അവരുടെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 361 കോൺ ഫണ്ട്
ഏകദേശം 562 കോടിയാണ് അവർ മാനേജ് ചെയ്യുന്ന അസറ്റ്. 33% റിട്ടേൺസ് ഉണ്ട്. നിപ്പോൺ ഇന്ത്യ കോൺ ഫണ്ട് വെറും 83 കോടി രൂപയാണ് അവർ മാനേജ് ചെയ്യുന്ന അസറ്റ്. ഏകദേശം 28% ആനുവൽ റിട്ടേൺസ് ഉണ്ട്. ICICI പ്രുഡൻഷ്യൽ കോൺ ഫണ്ട് മാനേജ് ചെയ്യുന്നത് വെറും 96 കോടി രൂപയാണ്. 23%ആണ് അവരുടെ ആനുവൽ പെർഫോമൻസ്. ടാറ്റ കോൺ ഫണ്ട് വെറും 68 കോടി രൂപ മാത്രമാണ് മാനേജ് ചെയ്യുന്നുള്ളൂ. 22%ആണ് അവരുടെ പെർഫോമൻസ്. ആക്സിസ് കോൺ ഫണ്ട് 1092 കോടി രൂപ മാനേജ് ചെയ്യുന്നു. 21.4% ആണ് 3 വർഷത്തെ ആനുവൽ റിട്ടേൺസ്. DSP കോൺ ഫണ്ട് 1070 കോടി രൂപയാണ്. 15.86% 3 വർഷത്തെ അവരെ റിട്ടേൺസ് ഇവിടെ കാണിക്കുന്നത്. ആദിത്യ ബിർള കോൺ ഫണ്ട് ഉണ്ട്. അതേപോലെ തന്നെ കോട്ടക് കോൺ ഫണ്ട് ഉണ്ട്. ഇതെല്ലാം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫണ്ടുകളാണ്. പൊതുവെ ഈ ഫണ്ടുകളുടെ AUM പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പല ഫണ്ടുകളുടെ AUM 100 കോടി രൂപയിൽ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇതേപോലെയുള്ള മിഷൻ മാനേജ് ചെയ്യുന്ന കോണ്ട് ഫണ്ടുകൾക്കുള്ള പ്രിയം ഇന്ത്യയിൽ കുറവാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഈ കോൺ ഫണ്ട് കാറ്റഗറിയിൽ ഏകദേശം 9000 കോടി രൂപയോളം അസറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇത് SBI കോൺ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. ഈ വീഡിയോയിൽ പല ഫണ്ടുകളുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തു. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകളെ പോലെ തന്നെ ഈ കോൺ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഈ ഫണ്ടിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഈ ഫണ്ടിൻ്റെ NFO 4 ഡിസംബർ മുതൽ 18 ഡിസംബർ വരെയും ഓപ്പൺ ആണ്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.